കേരളം നമ്മൾ ഏറ്റവും മുന്നിൽ പോയ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പോലും ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ പാടുപെടുന്ന സ്ത്രീ സഹോദരിമാരുടെ ചിത്രം അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏത് സെക്ടർ എടുത്താലും, അത് കൈത്തറി സെക്ടർ എടുത്താലും, കയറായാലും, കശുവണ്ടി ആയാലും, മത്സ്യമായാലും, ഖാദിയായാലും, എന്തിനീ തൊഴിലുറപ്പ് തൊഴിലിന് പോകുന്ന തൊഴിലാളികളായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ജീവിത സാഹചര്യങ്ങൾ. അവർ ഒന്ന് യാത്ര ചെയ്യാനെടുക്കുന്ന ടെൻഷൻ, ബുദ്ധിമുട്ടുകൾ. അതുകൊണ്ട് ഞങ്ങൾ വളരെ വ്യക്തമായ ഉദ്ദേശത്തോടെയാണ് സഹോദരിമാർക്കൊരു മാന്യത കൊടുക്കാനും അവരുടെ ജീവിതം കുറച്ചുകൂടി പ്രയാസരഹിതമാക്കാനും വേണ്ടിയിട്ടുള്ള ഏറ്റവും നിർണായകമായ ഒരു ഗെയിം ചേഞ്ചിങ് തീരുമാനമായിട്ട് തന്നെയാണ് വളരെ ആലോചിച്ച് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വേണം എന്ന് UDF തീരുമാനിച്ചത്. ഇത് ഞങ്ങൾ ഇവിടെ മാത്രമല്ല, കർണാടകത്തിൽ കോൺഗ്രസ് നടപ്പിലാക്കിയ വാഗ്ദാനമാണ്, തെലങ്കാനയിൽ കോൺഗ്രസ് നടപ്പിലാക്കിയ വാഗ്ദാനമാണ്. ചോദ്യം, KSRTC നഷ്ടത്തിലോടുന്ന KSRTCയെ വീണ്ടും നഷ്ടത്തിലാക്കാനാണോ ഇത്? ഉത്തരം, KSRTCയെ നഷ്ടത്തിലാക്കാനല്ല. മുഖ്യമന്ത്രിയുടെ മുഖം നന്നാക്കി നിങ്ങളുടെയൊക്കെ ചാനലുകളിലെ സീരിയലുകളിലും പരസ്യം കൊടുക്കാൻ വേണ്ടി 200-300 കോടി രൂപ ചെലവഴിച്ചപ്പോൾ ഈ ഒരു ആലോചന ഉണ്ടായിട്ടില്ല. പാവപ്പെട്ട സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമ്പോഴാണ് ഈ ആലോചന വന്നതിപ്പോൾ. താങ്ക്സ്, നന്ദിയുണ്ടായി. കേരള ചരിത്രത്തിൽ ഇതുപോലെ സർക്കാർ ഖജനാവിൽ നിന്നും പണം മുടക്കിയിട്ട് സ്വന്തം മുഖം മിനുക്കിയ ഒരു മുഖ്യമന്ത്രി വേറെ ഉണ്ടാവില്ല. അവരാണ് പറയുന്നത് ഇത് ആരാണ് KSRTC? 10 കൊല്ലമായിട്ട് നിങ്ങളല്ലേ ഭരിക്കുന്നത്. നിങ്ങളുടെ കാലത്തല്ലേ പെൻഷൻകാർക്ക് പോലും പെൻഷൻ കൊടുക്കാൻ പറ്റാതെ പോയത്. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ കണക്കുണ്ട് തന്നെ. KSRTCയെ വീണ്ടും കടക്കടിയിലാക്കാനല്ല ഇത്. ഉറപ്പാണ് സ്ത്രീകൾ മുഴുവൻ KSRTCയിൽ യാത്രക്കാരുടെ എണ്ണം കൂടും. KSRTCയുടെ യാത്രയുടെ കംഫർട്ട് ലെവൽ വർദ്ധിപ്പിക്കേണ്ടി വരും. ഇതൊരു പാക്കേജാണ്. KSRTCക്ക് ഈ കാര്യത്തിലുണ്ടാകുന്ന നഷ്ടം സർക്കാർ കൂടി നികത്തി കൊടുക്കേണ്ടി വരും. അതിന് വ്യാപകമായും മറ്റ് മാർഗങ്ങളുണ്ട്. KSRTCയുടെ യാത്രയുടെ, KSRTC ബസ് സ്റ്റേഷനുകളുടെ അവരെയൊക്കെ എങ്ങനെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും അതുപോലെ പരസ്യവുമായി ബന്ധപ്പെട്ടൊക്കെ ഉപയോഗിച്ച് നന്നാക്കിയെടുക്കാൻ പറ്റുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പദ്ധതി ഉണ്ടെന്നേ കൃത്യമായിട്ട്. KSRTCയെ തകർക്കാനല്ല, ഇത് KSRTCയെ രക്ഷപ്പെടുത്താനുള്ള പദ്ധതിയാണ്. ഡിബേറ്റ് വേണമെങ്കിൽ ഡിബേറ്റ് ആകാം. ഞങ്ങളുടെ ഗ്യാരണ്ടിയെക്കുറിച്ച് ഡിബേറ്റ് വേണമെങ്കിൽ ഡിബേറ്റ് ആവാം. മുഖ്യമന്ത്രി ഇരിക്കട്ടെ, ഞങ്ങൾ ഇരിക്കാൻ തയ്യാറാണ്. 2500 പെൻഷൻ കൊടുക്കുന്നു പറഞ്ഞ ഞങ്ങളായിരുന്നോ 5 വർഷം മുമ്പ്? 2500 രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളായിരുന്നില്ലേ? എന്നിട്ട് 55 മാസം കഴിയുന്നവരെ നിങ്ങൾ കൊടുത്തിട്ടില്ലല്ലോ. ലോക്കൽ ബോഡി ഇലക്ഷൻ തൊട്ട് മുമ്പാണ് 1600 2000 ആക്കിയത്. ഇപ്പോഴും 2500 വാഗ്ദാനമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഞങ്ങൾ വാഗ്ദാനമല്ല പറയുന്നത്. 3000 ഞങ്ങൾ ക്ഷേമ പെൻഷൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ആർക്കാണെന്ന് അറിയുന്നതുകൊണ്ട് തന്നെയാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ കൃത്യമായ വെളിച്ചം കുറച്ചുകൂടി പരരണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, പ്രകാശം പരത്തണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് 3000 രൂപ ആക്കാൻ തീരുമാനിച്ചത്. പിന്നെ വലിയൊരു ആക്ഷേപം ചികിത്സാ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്ക് നോക്കാം, വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് നോക്കാം. ചിരഞ്ജീവി സ്കീം ഓഫ് രാജസ്ഥാൻ നിങ്ങൾക്ക് നോക്കാം. രാജസ്ഥാനിലെ നമ്മുടെ ഒരുപാട് കേരളീയർ രാജസ്ഥാനിൽ ജോലി ചെയ്യുന്നുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് ഒരുപാട്. എന്താണ് ചിരഞ്ജീവി സ്കീം? അവിടെ ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല.